ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സബ് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. സബ് വൂഫർ മാത്രം വരുന്നൊരു ആംപ്ലിഫയറിനെ കുറിച്ച്. 350 വാട്ട്സ് RMS വരുന്ന ഒരു ആംപ്ലിഫയറാണിത്. ഇത് നമ്മളെ ചാനലിലെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേട്ടന് വേണ്ടി തന്നെ നമ്മൾ ചെയ്തെടുത്തൊരു ആംപ്ലിഫയറാണ്. പുള്ളിക്കാരൻ്റെ അഭിപ്രായ പ്രകാരമാണ് നമ്മൾ ഈ ഒരു കളർ വേരിയൻ്റ് ആയാലും ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ ആയാലും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പാനലിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം. സബ് വൂഫറിന് വേണ്ടിയുള്ള ഒരു കൺട്രോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒരു വലിയ കൺട്രോൾ, ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കൺട്രോൾ. പിന്നെ നമ്മളവിടെ ഒരു വ്യൂ മീറ്റർ കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. പവറിൻ്റെ സ്വിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. കാരണം എല്ലാത്തിലും നമ്മൾ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലായിരുന്നു. ഈ ഒരു ആംപ്ലിഫയറിൽ മാത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്. വൈറ്റും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ നല്ല അടിപൊളി ഒരു ലുക്ക് തന്നെ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാനൽ ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെ പാർട്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും പരിചയപ്പെടാൻ പറ്റും. ഇൻസൈഡിലോട്ട് വരുമ്പം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലും ട്രാൻസ്ഫോമറിൻ്റെ കാര്യം പറയാം. 40-0-40-10 ആംപിയറിൻ്റെ ടാപ്പിങ്ങും 12-0-12 ഒരു ടാപ്പിങ്ങും 0-12 ഒരു ടാപ്പിങ്ങുമാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൽ എടുത്തിരിക്കുന്നത്. 63 വോൾട്ടും 15000 MFDയുടെ 2 കപ്പാസിറ്ററും ഒരു 3 മിക്സിൻ്റെ ഒരു 35 ആംപിയറിൻ്റെ ഡയോഡുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 12 വോൾട്ടിൻ്റെ സിംഗിൾ സപ്ലൈ നമ്മൾ ഇതിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ 18 വോൾട്ടിൻ്റെ ഒരു ടെസ്റ്റ് സപ്ലൈ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് ആവശ്യം വന്നിട്ടില്ല. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളൊരു സപ്ലൈ നമ്മൾ 12-0-12 അഡീഷണൽ നമ്മൾ എടുത്തത് അത് അതിലോട്ട് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. സബ് വൂഫറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡീടെക് ഓഡിയോസിൻ്റെ എക്സ്ട്രീം 400 എന്ന് പറഞ്ഞൊരു മോഡൽ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മൾ സബ് വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന തന്നെ ഒരു സബ് ഫിൽറ്റർ നമ്മൾ അവരെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത്. DC വോൾട്ടേജ് 50 വോൾട്ട് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സപ്ലൈയിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂളിംഗ് ഫാന് വേണ്ടിയുള്ളൊരു റെഗുലേറ്റർ സപ്ലൈയും നമ്മൾ സെപ്പറേറ്റ് എടുത്താണ് എല്ലാത്തിനും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റിന് വേണ്ടി ആ ഒരു കണക്ഷൻ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സബ് വൂഫർ ഔട്ടിന് വേണ്ടി ബനാന സോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂസ് ഹോൾഡറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഫ്യൂസിൻ്റെ ഒരു ഹോൾഡറും നമ്മളൊരു ഫ്യൂസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വയറുകളും നമ്മൾ സ്ലീവ് ഉപയോഗിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നോയ്സ് ഒഴിവാക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ബാക്കിയുള്ള സോക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. 5 പോയിൻ്റ് ക്യാബിനറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചുള്ള വളരെയധികം സിമ്പിളായിട്ടുള്ള ഡീറ്റെയിൽസാണ്. ഞാൻ വളരെയധികം പെട്ടെന്ന് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വളരെ കുറച്ച് വീഡിയോസ് മാത്രമായിരുന്നു ഞാൻ എടുത്തത്. വർക്കുകൾ പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇനി തൊട്ട് ഇടാൻ പോകുന്നതും. അപ്പോൾ കമൻ്റായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന വീഡിയോയിലെല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബോർഡിനെ കുറിച്ചും ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും അതുപോലെ ആകണമെന്നില്ല. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.